വർഷം മുഴുവൻ ആരോഗ്യം സംരക്ഷിക്കാൻ കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മരുന്നുണ്ടേൻ്റെ റെസിപ്പിയാണ്. കർക്കിടകത്തിൽ നിന്ന് മാത്രമല്ല കേട്ടോ, നമുക്കിത് എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. പക്ഷേങ്കിൽ ആ ഒരു മാസത്തിൽ കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് വളരെയധികം ഗുണങ്ങൾ ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഇത് ചെയ്തെടുക്കുന്നത് നമ്മൾ മട്ട അരി വെച്ചിട്ടാണ്. മട്ട അരി അല്ലെങ്കിൽ ഞവര അരി ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. 1 കപ്പ് മട്ട അരി എടുത്തിട്ടുണ്ട്. അത് ഇനി നമുക്ക് സാധാരണ അരി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒരു പാനിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. സാധാരണ പച്ചരി വറുത്തെടുക്കുന്ന പോലെയല്ല, ഇതിന് കുറച്ച് ടൈം കൂടുതൽ വേണ്ടി വരും. അതുകൊണ്ട് ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒന്ന് നല്ലപോലെ വറുത്തെടുക്കാം. അപ്പോൾ ഇതിതാ നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. പിന്നെ ബാക്കിയുള്ള ചേരുവകളൊക്കെ ഇനി വറുത്തെടുക്കാനുണ്ട്. ഇനി ഒരു 1/4 കപ്പിൻ്റെ പകുതിയോളം ആശാളി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഓരോന്നും ഓരോ തരത്തിലാട്ടോ ഇതിൻ്റെയൊക്കെ വറവ്. പെട്ടെന്ന് വറുത്ത് കിട്ടുന്നുണ്ട്, ഒരുപാട് സമയം എടുത്ത് വറുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് എല്ലാം ഒരുമിച്ച് ചേർക്കാത്തത്, ഓരോന്നും സെപ്പറേറ്റ് വറുത്തെടുക്കുന്നത്. ഇത് നമ്മൾ കടുകും അതുപോലെ തന്നെ എള്ളൊക്കെ പൊട്ടി വരുന്ന പോലെ ഇങ്ങനെ പൊട്ടി വരും. ഇത് മുഴുവനും ഒന്ന് പൊട്ടിക്കഴിഞ്ഞാലാണ് നമ്മൾ ഇത് സൈഡിലേക്കൊന്ന് മാറ്റുന്നത്. അതിനുശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉലുവയാണ്. ഇതൊക്കെ സെയിം ക്വാണ്ടിറ്റിയാണ് എടുക്കുന്നത്. ഉലുവ ഏകദേശം അതിൻ്റെ കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. ഇനി അതിനും മാറ്റിയതിന് ശേഷം നമുക്ക് അതേ അളവ് തന്നെ എള്ള് ചേർത്ത് കൊടുക്കാം. കറുത്ത എള്ളാണ് കൂടുതൽ നല്ലത് കേട്ടോ. ഇനിയിപ്പോൾ കറുത്ത എള്ളില്ലെങ്കിൽ വെളുത്തതായാലും എടുത്താൽ മതി. അതും ഇതുപോലെ തന്നെ നല്ലപോലെ ഒന്ന് വറുത്ത് മാറ്റുന്നുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നല്ല ജീരകം, ഇത് നല്ലപോലെ തന്നെ ഒന്ന് വറുത്തിട്ട് മാറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് ബദാം ചേർക്കുന്നുണ്ട്. അതും ഒരു കളറ് മാറി വരുന്നവരെ ഒന്ന് വറുത്തെടുത്താൽ മതി. അതും നമ്മൾ പാനിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതാ കളർ മാറുമ്പോൾ അത് മാറ്റിയതിന് ശേഷം ഒരു 1/4 കപ്പിൻ്റെ പകുതി അളവിൽ അയമോദകം അഥവാ അജ്വൈൻ സീഡ് ചേർത്തെടുക്കാം. അതും നല്ലപോലെ ഒന്ന് പൊട്ടി വന്ന് കളറൊക്കെ മാറി വരുമ്പോൾ അതും പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്തിട്ട് 1 കപ്പ് തേങ്ങ ഇതിലേക്ക് ചെറിയ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. തേങ്ങേൻ്റെ കളറ് ജസ്റ്റ് ഒന്ന് മാറുന്നവരെ മാത്രം വറുത്താൽ മതി, ഒരുപാടങ്ങ് മൂക്കേണ്ട ആവശ്യമില്ല. ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്തെടുത്ത സാധനങ്ങളൊക്കെ ഒന്ന് തണുത്തതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. അധികം നൈസായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റാം. പിന്നെ നേരത്തെ വറുത്തെടുത്ത തേങ്ങ മിക്സിൻ്റെ ജാറിലേക്ക് തണുത്തതിന് ശേഷം മാറ്റിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും അതുപോലെ തന്നെ ചുക്കുപൊടിയും ചേർത്ത് മിക്സിൻ്റെ ജാറിൽ ഒന്ന് തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് അത്യാവശ്യം നല്ല കട്ടിയിലുള്ള ശർക്കര പാനിയാണ്. അതും ചേർത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യുക. അത്യാവശ്യം ചൂടൊന്നും തണുത്ത് കഴിഞ്ഞാൽ കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ഒരു പാകമായി കഴിഞ്ഞാൽ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് പുറത്ത് വെച്ചിട്ട് തന്നെ യൂസ് ചെയ്യാം. ഒരുപാട് അളവിൽ തയ്യാറാക്കുന്നതാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. അതുപോലെ തന്നെ ഈ നമ്മൾ ചേർത്ത മരുന്നിൻ്റെയും അതിൻ്റെയൊക്കെ ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കുമല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.